അയ്യോ, ഇതെന്തു പറ്റി മോനെ? ഒന്നുമില്ല. വല്ലാതെ ചോര പൊടിയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും വീണോ? എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനൊന്ന് കിടക്കട്ടെ. മോനെ, ഞാൻ മരുന്ന് വെച്ച് തരാം. വേണ്ട. എങ്ങനുണ്ട്? ഇത് ആരുടെയാ? എന്റെ. ഞാൻ ആ ബൈക്ക് അങ്ങ് വിറ്റു. കാശ് എവിടെ കിട്ടി? ലോൺ എടുത്തു. അപ്പൊ ബിസിനസ്സിനെടുത്ത ലോണോ? ഇതെല്ലാം കൂടി നീ എങ്ങനെ തിരിച്ചടയ്ക്കും? അതൊക്കെ ഞാൻ അടച്ചോളാം. സഞ്ജു, കാശിന് പിടിപ്പില്ലാതുള്ള നിന്റെ ഈ പോക്കത്ര നല്ലതിനല്ല. ലോൺ എടുത്ത് കൂട്ടാൻ ആരെ കൊണ്ട് സാധിക്കും? അത് തിരിച്ചടയ്ക്കുന്നല്ല മിടുക്ക് കാണിക്കേണ്ടത്. എന്നാ എന്റെ ഷെയറിങ് എഴുത്താ. അങ്ങനെയാണ് ഇതിന്റെ ഒരു ആവശ്യമില്ല. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. നിനക്ക് മെഡിസിൻ സീറ്റ് കിട്ടിയപ്പോ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിന്റെ ചേട്ടൻ ഒരു ലോൺ എടുത്തിരുന്നു. പാതി വഴിയിൽ പഠിപ്പ് നിർത്തി പോന്നിട്ട് ആ ലോൺ അടച്ചു തീർക്കാൻ ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? അത് കുറച്ചിട്ടുള്ള ഷെയറിങ് തന്നാ മതി. നിനക്ക് 2 വയസ്സുള്ളപ്പോ നിന്റെ അച്ഛൻ മരിച്ചതാ. അന്നു മുതൽ ഒരു അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ചേട്ടന്റെ കാര്യത്തിലാണോ നീ കണക്ക് പറയുന്നത്? അമ്മ ഇപ്പൊ പറഞ്ഞത് ഒരു കണക്കല്ലേ? അത് സ്നേഹത്തിന്റെ കണക്ക്. ഞാൻ പറയുന്നത് കാശിന്റെ കണക്ക്. ഇനിയുള്ള കാലത്ത് എല്ലാവരും കണക്കൊക്കെ പറയാൻ തുടങ്ങും. എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ഈ ബിസിനസ്സും സ്ഥലമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഉണ്ടാവില്ല. നല്ല സാമ്പത്തിക കൂട്ടത്തിലാ. അവര് തരുന്ന സ്ത്രീധനം മതി എനിക്ക് ഈ ലോണൊക്കെ അടച്ചു തീർക്കാൻ. നിനക്ക് നാണമില്ലല്ലോടെ പറയാൻ. കെട്ടിവരുന്ന പെണ്ണിന്റെ പണം എടുത്ത് ലോൺ അടയ്ക്കും പോലും. ഞാനെന്തിനാ നാണിക്കുന്നത്? എന്റെ ഭാര്യയുടെ പണമല്ലേ ഞാൻ എടുക്കുന്നേ. അല്ലാലും കള്ളുകുടിയൻ സാം അലക്സിന്റെ അനിയനാണെന്ന് പറയുന്ന അത്ര നാണക്കേടൊന്നും ഇതിനില്ല. സഞ്ജു, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റമ്മേ? ഇന്നലെയും കൂടി കള്ളു കുടിച്ച ക്ലബ്ബിൽ കിടന്ന് തല്ലുണ്ടാക്കി. എന്റെ ചെറുപ്പകാലം മുഴുവൻ ചേട്ടനെ നോക്കി പഠിക്കുന്നല്ല അമ്മ പറയാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് നോക്കി പഠിക്കാനാ പറയുന്നേ? ഈ കള്ളുകുടിയോ? ഞാൻ ചെയ്യുന്നതൊക്കെ കുറ്റം. ചേട്ടന്റെ എല്ലാ തെറ്റിനും അമ്മയ്ക്ക് ഓരോ ന്യായീകരണമുണ്ട്. ഈ തിരിച്ചു വ്യത്യാസം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയത്. എന്താടാ നീ പറഞ്ഞേ? മോനെ, നീ ഇത് കേട്ടില്ലേ? ഞാൻ തിരിച്ചു വ്യത്യാസം കാണിച്ചു. നീ പറഞ്ഞത് ശരിയാടാ. നിനക്കൊരു ജീവിതമുണ്ട്. അത് ഞാൻ കാരണം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ഷെയറിന് വേണ്ട പേപ്പറുകളൊക്കെ നീ റെഡിയാക്കിക്കോ മോനെ. അമ്മ തടയരുത്. അവൻ അതിനുള്ള പ്രായവും പ്രാപ്തിയൊക്കെ ആയി. ഇവൻ എന്നേക്കാൻ എടുക്കണം. നമ്മുടെ പതിവ് കൈനീട്ടക്കാൻ എത്തിയല്ലോ. ഓ, എന്തൊരു കുടിയായി മനുഷ്യൻ. അമ്മ വന്നെന്ന് തോന്നുന്നു. അച്ഛനെ അവന് വലിയ ബഹുമാനാ. അച്ഛനൊന്ന് അവനെ ഉപദേശിച്ചാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ ആശുപത്രി കൊണ്ടുപോയി ഒന്ന് ചികിത്സിച്ചൂടെ? രോഗിയുടെ സഹകരണമില്ലാതെ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല മേരിക്കുട്ടി. ഇപ്പൊ തന്നെ 32ഓളം പേഷ്യൻസ് എൻ്റെ ഡീഅഡിക്ഷൻ സെന്ററിലുണ്ട്. പക്ഷെ അവരെല്ലാം മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു വന്നവരാണ്. മോനെ, ജോണച്ചൻ. ഒരു സാധാരണ മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അത് കഴിഞ്ഞു. എല്ലാം മറന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും ചില കർത്തവ്യങ്ങളും കടമകളും തന്നു. അത് നിഷേധിക്കരുത്. ഇല്ലച്ചോ, നിഷേധിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ ഭാര്യയുടെയും മകളുടെയും കടമയും കർത്തവ്യവും എന്തായിരുന്നു അച്ചോ? തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ എന്തിനാ അച്ചോ എൻ്റെ മകളെ എനിക്ക് തന്നത്? എന്തിനാ അച്ചോ എന്നെ കൊതിപ്പിച്ചത്? ക്രൂരനാണ് നിങ്ങളുടെ ദൈവം.
ദൈവത്തിന്റെ നീതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ലല്ലോ സാം. കൊള്ളാം. ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം. എന്തിനും ഏതിനും ഒരു ഉത്തരവുണ്ട്. പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് നരകിച്ച് ജീവിക്കുന്ന ഒരു നീതിമാനെ ചൂണ്ടിക്കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന്. കള്ളനും കൊലപാതകിയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ അതിനുമുണ്ട് ഒരു ഉത്തരം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവെന്ന്. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. തൽക്കാലം സങ്കടം സഹിക്ക വയ്യാതെ വരുമ്പോൾ ഒരിറ്റാശ്വാസം തരുന്ന ഇവനാണ് എൻ്റെ ദൈവം. എനിക്ക് നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒന്ന് തിരിച്ചു തരാൻ നിങ്ങളുടെ ദൈവത്തിന് സാധിച്ച അന്ന് ഞാൻ അച്ഛനെ അനുസരിക്കാം. അതുവരെ എന്നെ വെറുതെ വിട്ടേക്കച്ചോ. ക്ഷമിക്കണം അച്ചോ, ഞാൻ കാരണം വെറുതെ അച്ഛൻ. അങ്ങനെയൊന്നും ചിന്തിക്കരുത് മേരിക്കുട്ടി. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. എൻ്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. അവൻ എൻ്റെ അടുത്ത് വരും സ്വമനസാലെ.